സ്ഥലത്തും ഇരട്ട വോട്ടെന്ന് പരാതി. ഒരു ബൂത്തിൽ മാത്രം 10ഓളം പേർക്ക് ഇരട്ട വോട്ടുണ്ടെന്നാണ് ആരോപണം. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ 40-ാം നമ്പർ ബൂത്തിലാണ് അപാകത. അർഹരായ 19 പേരെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയതായും ആക്ഷേപമുണ്ട്. ഇരട്ട വോട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തില്ല എന്നും BLOമാർ റിപ്പോർട്ട് ചെയ്തിട്ടും ലിസ്റ്റിൽ മാറ്റമുണ്ടായില്ലെന്നും ആരോപണമുണ്ട്. 19ഓളം വോട്ടുകൾ വ്യക്തമായിട്ടുള്ള രേഖകൾ വെച്ചിട്ട് ഞങ്ങൾ കയറ്റിയ 19 വോട്ടുകൾ അവസാനത്തെ പട്ടികയിൽ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഒരുപാട് ഡബിൾ വോട്ടുകളായിട്ട് കാണാനുണ്ട്. 2 ID നമ്പർ വെച്ചിട്ട് ഡബിൾ വോട്ടുകൾ കാണാനുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഇതിനിപ്പോൾ ഇനിയൊന്ന് തിരുത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് ഇവർക്ക് വോട്ട് തിരികെ കയറ്റാനോ അവസരമില്ല. BLOമാരോട് ഈ വിഷയങ്ങൾ നിരന്തരമായിട്ട് ആദ്യത്തെ അഡീഷണൽ ഇറങ്ങിയ സമയത്ത് തന്നെ നിരന്തരമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടുകൾ കയറാത്തതിൻ്റെയും ഡബിൾ വോട്ട് വന്നതൊക്കെ ആയിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് അവർ കൃത്യമായിട്ട് ചെയ്തു എന്നുള്ള ഒരു മറുപടിയായിട്ട് മുന്നോട്ട് പോകും. അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അഷ്കർ അലി, 10 പേർക്ക് ഇരട്ട വോട്ടെന്ന് പറയുമ്പോൾ 10 വോട്ടെന്നത് 20 ആകുന്നു. 19 പേരുടെ പേര് വെട്ടുന്നു. അപ്പോൾ കൃത്യമായ ഒരു ഇടപെടൽ നടന്നുവെന്ന് സംശയിക്കുന്നുണ്ടോ അവർ? സുജയ, വലിയ ആരോപണങ്ങളാണ് ഇപ്പോഴത്തെ ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ബൂത്ത് ഏജന്റുമാരാണ് ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ പറയുന്ന കാര്യം ഈ പുൽപ്പറ്റ പഞ്ചായത്തിലെ അതാ മലപ്പുറം ലോക്സഭാ ലോക്സഭാ മണ്ഡലത്തിലെ 40-ാം നമ്പർ പുൽപ്പറ്റ ബൂത്തിലാണ് ഇത്തരത്തിലൊരു ഗുരുതരമായ ആരോപണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 9 പേർക്ക് അതേ ബൂത്തിൽ തന്നെ ഇരട്ട വോട്ടും മറ്റൊരു വ്യക്തിക്ക് 2 ബൂത്തുകളായിട്ട് ഇരട്ട വോട്ടും, അങ്ങനെ 10ഓളം പേരുടെ ഇരട്ട വോട്ടുകളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല എല്ലാ രേഖകളും സമർപ്പിച്ചിട്ട് പോലും അർഹരായ 19 പേരുടെ ലിസ്റ്റിൽ നിന്നും അവരുടെ പേരുകൾ വെട്ടി ഒഴിവാക്കിയതായി ഇവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ 19 പേർക്കും ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ വലിയ രീതിയിൽ ഒരു ഇടപെടൽ നടന്നു എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ബൂത്ത് ഏജന്റുമാർ ഉന്നയിക്കുന്നത്. പക്ഷേ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിലൊരു ഇരട്ട വോട്ടുകൾ ഉള്ളതായും അതുപോലെ തന്നെ ആ ലിസ്റ്റിൽ നിന്നും പേരുകൾ വെട്ടിയതായും കൃത്യമായി BLOമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മാത്രമല്ല BLOമാർ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു ബൂത്തിൽ 1000 വോട്ടർമാരുള്ള ഒരു ബൂത്തിൽ നിന്നാണ് ഇപ്പോൾ 10ഓളം പേർക്ക് ഇരട്ട വോട്ടുണ്ട് എന്നുള്ള കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റ് ബൂത്തുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ വലിയ അളവിൽ ഇത്തരത്തിൽ ക്രമക്കേട് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു ആരോപണം ഇവർ ഉന്നയിക്കുന്നു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ബൂത്തിൽ 10 പേർക്ക് ഇരട്ട വോട്ട്. ഇക്കാര്യത്തിലും മുഖ്യ വരണാധികാരിയുടെയും തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.